ഡിസൈൻ എ 3-bit ഗ്രേ ടു ബൈനറി കോഡ് കൺവേർട്ടർ. അപ്പൊ 3-bit ആണ്. അപ്പൊ ഗ്രേ കോഡിനെ എനിക്ക് എന്ത് ചെയ്യാം? G3, G2, G1 റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ കറസ്പോണ്ടിങ് ബൈനറിനെ B3, B2, B1 റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 3-bit അല്ലേ? അപ്പൊ അതിന്റെ 8 കോമ്പിനേഷൻ ഏത്? 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1. ഓക്കെ, 8 കോമ്പിനേഷൻ. 3-bit-ന് 8 കോമ്പിനേഷൻസ് അല്ലേ? അത് എഴുതി. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഗ്രേയിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഗ്രേ കോഡ് എഴുതാണ്. ഇവിടെ 0, 0, 0 എന്ന് എഴുതി. ഇനി അതിന്റെ ബൈനറിക്കുള്ള കൺവേർഷൻ. ഓക്കെ, 0നെ നേരെ താഴത്തേക്ക് എടുത്ത് എഴുതുക. ഫസ്റ്റ് ഡിജിറ്റ് എന്താണോ അത് അതേപോലെ എഴുതി. ഇനി ഇതും ഇതും തമ്മിൽ എന്ത് ചെയ്യുക? ഓർ ഓപ്പറേഷൻ ആണ് ചെയ്യുക. അപ്പൊ 0 + 0 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വാല്യൂ? 0 തന്നെ. അത് 0 കിട്ടി. ഇനി ഇതും തമ്മിൽ എന്ത് ചെയ്യുക? വീണ്ടും ഓർ ചെയ്യുക. അപ്പൊ 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ബൈനറി വാല്യൂ 0, 0, 0 എന്ന് കിട്ടി. ഇനി 0, 0, 1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അത് അതേപോലെ ഇറക്കി എഴുതി. ഇനി 0യും 1ഉം സോറി 0യും 0യും കൂടിയിട്ട് ഇവിടെ ഓർ ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ? 0. ഇനി 0യും 1ഉം കൂടിയിട്ട് ഓർ ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ? 1. അപ്പൊ എനിക്ക് എന്തെന്ന് കിട്ടി? 0, 0, 1 കിട്ടി. ഇനി 0, 1, 0. ഓക്കെ, 0, 1, 0ന്റെ നമുക്ക് എങ്ങനെയായിരിക്കും? 0 അങ്ങനെ തന്നെ നിർത്തി. ഇനി 0യും 1ഉം കൂടി ഓർ ചെയ്തു. അപ്പൊ എന്താ ആൻസർ? 1 കിട്ടി. ഇനി ഈ 1ഉം ഇതും കൂടിയിട്ട് പ്ലസ് ചെയ്തു അല്ലെ? 1ഉം 0യും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 1 അല്ലേ കിട്ടുന്നത്? അപ്പൊ കറസ്പോണ്ടിങ് 0, 1, 1. ഓക്കെ, ഇനി 0, 1, 1ന്റെ ചെയ്ത 0നെ അങ്ങനെ തന്നെ നിർത്തി. ഇനി 0യും 1ഉം കൂടി ഓർ ചെയ്ത റിസൾട്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. 0യും 1ഉം ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടി. ഇനി ഈ 1ഉം 1ഉം കൂടി ഓർ ചെയ്യും. 1ഉം 1ഉം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? 0 അല്ലേ? 0 വിത്ത് ക്യാരി 1 ആണ്. നമ്മളിവിടെ ക്യാരിനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെന്ന് കിട്ടി? 0, 1, 0 എന്ന് കിട്ടി. ഇനി 1, 0, 0 അല്ലേ? 1 അതേപോലെ ഇറക്കി എഴുതി. ഇനി 1ഉം 0യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? 1ഉം 0യും ആഡ് ചെയ്യാം. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? 1 കിട്ടും. ഇവിടെ 1ഉം 0യും കൂടി ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ എന്തെല്ലാം കിട്ടുക? 1 അല്ലേ കിട്ടുക? അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടുക? 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 7 എന്നാണ് കിട്ടുക. ഓക്കെ, 1, 0, 1 ആ ചെയ്തതിലേക്ക് 1 ഇതുപോലെ താഴ്ത്തി ഇറക്കി 1ഉം 0യും കൂടി ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടി. ഇനി 1ഉം 1ഉം കൂടി ആഡ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് 1ഉം 1ഉം ആഡ് ചെയ്താല് 0 വിത്ത് ക്യാരി 1 ആണ്. ക്യാരിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. നമുക്ക് എന്തെന്ന് കിട്ടി? 1, 1, 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 1, 1, 0. 1നെ അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഈ 1ഉം 1ഉം കൂടി ആഡ് ചെയ്താ 0. ഇനി 0യും 0യും കൂടി ആഡ് ചെയ്താ 0. അപ്പൊ 1, 0, 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി 3 1 ഉള്ളത് 1 അതുപോലെ ഇറക്കി എഴുതി. ഇനി 1ഉം 1ഉം കൂടി ആഡ് ചെയ്താ ഡയഗണലായിട്ട് ആഡ് ചെയ്യാം. 1ഉം 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0. ഈ 0യും 1ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1. നമുക്ക് എന്തെന്ന് കിട്ടി? 1, 0, 1 കിട്ടി. കൺവേർഷൻ കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ B3, B2, B1 അതിന്റെ എക്സ്പ്രഷൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ വരുന്ന വാല്യൂസ് ഓക്കെ. 4 വേരിയബിൾ കെ മാപ്പ് അല്ല വരുന്നതിന്റെ, കാരണം ഇത് 3 വേരിയബിൾ അല്ലേ ഉള്ളൂ. ഇതാണ് അതിന് ചേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് G3, G2, G1. ഇവിടെ 0, 0, 0, 1, 1, 1, 1, 0. ഇവിടെയാണെങ്കിൽ എന്താണ്? 0, 1. അപ്പൊ നമുക്ക് ആദ്യം B3യുടെ നോക്കി നോക്കുമ്പോൾ 1 എവിടെയൊക്കെ വരുന്നത്? 1, 0, 0 വരുന്നത് 1, 0, 1, 1, 1, 0, 1, 1, 1. ഓക്കെ, അപ്പൊ 1, 0, 0, 1, 0, 1, 1, 1, 1, 1, 0. ഈ 4 നിങ്ങൾക്ക് എന്താണ്? 1 ആണ് വരുന്നത്. അപ്പൊ ഇത് 4 ഒരു ഗ്രൂപ്പ് ആക്കി എടുത്തുകൂടെ എനിക്ക്? അല്ലേ? അപ്പൊ എന്റെ B3യുടെ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിന്റെ നേരെ എന്താ? G3 അല്ലേ? അപ്പൊ B3 ഈസ് ഈക്വൽ ടു G3 എന്നാണ് കിട്ടുക.
ഇനി B2 ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. G3 G2 G1. ഇവിടെ 0യും 1ഉം ഇവിടെ 0 0 0 1 1 1 1 0 എന്നാണ് വരുന്നത് അല്ലെ. ഇതില് വാല്യൂ 1 എവിടെയൊക്കെ വരുന്നുണ്ട് B2ല്? 1 2 3 4 5. 2 3 4 5. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതായത് രണ്ടെണ്ണം കോമ്പിനേഷൻ അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ B2 is equal to താഴത്തതിന്റെ ഓക്കെ മുകളിലത്തെ ആദ്യം എടുക്കാന്ന് വിചാരിക്കും. അപ്പൊ ഇത് എന്താണ്? G3 കോംപ്ലിമെന്റ് ആണ് അല്ലെ. ഇനി മുകളിലാണെങ്കിൽ ഇതെന്താ? ഇത് G2 G1ഉം ഇത് G2 G1 കോംപ്ലിമെന്റ് ആണ്. രണ്ടിലും കോമൺ ഉള്ളത് G2 പ്ലസ് ഈ താഴെയുള്ളത് നോക്കുമ്പോ G3 ഇൻറ്റു ഇവിടെയാണെങ്കിൽ എന്താ വരുന്നത്? G2 കോംപ്ലിമെന്റ് G1 കോംപ്ലിമെന്റ്. ഇവിടെയാണെങ്കിൽ G2 കോംപ്ലിമെന്റ് G1. നിങ്ങൾക്കറിയാലോ 0 ഉണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ഉള്ളത് ഇതാ, അല്ലാത്തത് കോംപ്ലിമെന്റ് ഇല്ലാത്തതായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ കോമൺ നോക്കി നോക്കും. ഫസ്റ്റ് രണ്ട് കോളത്തിൽ കോമൺ ഏതാ വരുന്നത്? G2 കോംപ്ലിമെന്റ് അല്ലേ? G2 കോംപ്ലിമെന്റ്. ഇത് എന്തിന്റെ എക്സ്പ്രഷനാ? G3 കോംപ്ലിമെന്റ് ഇൻറ്റു G2 പ്ലസ് G3 ഇൻറ്റു G2 കോംപ്ലിമെന്റ്. അൾട്ടർനേറ്റ് ആയിട്ടല്ലേ കോംപ്ലിമെന്റ്സ് കിടക്കുന്നത്, എന്നിട്ട് ആഡ് ചെയ്തെടുക്കല്ലേ. ഇതെങ്ങനെ എന്ത് എക്സ്പ്രഷൻ ആണ്? എക്സോറിന്റെ അല്ലേ? G3 എക്സോർ G2 എന്ന് കിട്ടി B2ന്. ഇനി വീണ്ടും G3 G2 G1 0 0 0 1 1 1 1 0. ഇവിടെ 0 1. ഇനി എപ്പോഴൊക്കെ 1 ഉണ്ട്? 1ലെ 2ലെ 4ലെ 7. 1 2 4 7. 1 2 4 7. ഇതിൽ വല്ല കോമ്പിനേഷൻ എടുക്കാണ്ട് എല്ലാം സിംഗിൾ ആയിട്ടല്ലേ നമുക്കുള്ളൂ, ഗ്രൂപ്പ് ആയിട്ടൊന്നും എടുക്കാനില്ല. എന്റെ B1 is equal to ആദ്യത്തെ വാല്യൂ എന്താണ്? G3 ബാർ 0 1 ആണെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? G2 കോംപ്ലിമെന്റ് G1 പ്ലസ് അടുത്തത് എന്തിനാണ്? വീണ്ടും G3 കോംപ്ലിമെന്റ് 1 0 വന്നു കഴിഞ്ഞാൽ എന്താ എഴുതുക? G2 G1 ബാർ പ്ലസ് താഴത്താകുമ്പോ G3 G2 0 0 എന്താണ്? G2 കോംപ്ലിമെന്റ് G1 കോംപ്ലിമെന്റ് പ്ലസ് G3 ഇൻറ്റു 1 1 ആണെങ്കിൽ എന്താ വരിക? G2 G1 അല്ലെ. നമുക്കിവിടെ B1 is equal to ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നോക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാം? G3 കോംപ്ലിമെന്റിനെ പുറത്തെടുക്കാം. അപ്പൊ എന്ത് കിട്ടും? G2 കോംപ്ലിമെന്റ് G1 പ്ലസ് G2 ഇൻറ്റു G1 കോംപ്ലിമെന്റ് അല്ലെ. പ്ലസ് രണ്ടാമത്തേന്ന് എന്ത് ചെയ്യാൻ? G3 പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്തെന്ന് കിട്ടുന്നുണ്ട്? G2 കോംപ്ലിമെന്റ് G1 കോംപ്ലിമെന്റ് പ്ലസ് G2 G1 എന്നാണ് കിട്ടുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു G3 കോംപ്ലിമെന്റ് ഇൻറ്റു ഇതെന്താ? എക്സോറിന്റെ എക്സ്പ്രഷൻ അല്ലേ. അതായത് എനിക്ക് എന്തെന്ന് എഴുതാം? G1 എക്സോർ G2 എന്ന് എഴുതാം പ്ലസ് G3 ഇൻറ്റു ഇതിന്റെ ഉള്ളിലത്തെ എക്സ്പ്രഷൻ എന്തിന്റെയാണ്? എക്സ്നോറിന്റെ എക്സ്പ്രഷൻ ആണ്. അതായത് G1 എക്സ്നോർ G2. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് നോക്കിയൊക്കെ ഒരു എണ്ണത്തിന്റെ കോംപ്ലിമെന്റ് ഇൻറ്റു കോംപ്ലിമെന്റ് അല്ലാത്തത് പ്ലസ് കോംപ്ലിമെന്റ് അല്ലാത്തത് ഇൻറ്റു അടുത്ത ഈ സെക്കൻഡ് ടേമിന്റെ കോംപ്ലിമെന്റ് ഉള്ളത് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നെയാണ്? എക്സോറിന്റെ എക്സ്പ്രഷൻ അല്ലേ. അപ്പൊ എല്ലാതും എക്സോർ ആണെന്ന് അർത്ഥം. G1 എക്സോർ G2 എക്സോർ G3 എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻസ് B3 is equal to എന്തെന്ന് കിട്ടി? G3 എന്ന് കിട്ടി. ഇനി B2 is equal to എന്തെന്നാ കിട്ടിയത്? G3 എക്സോർ G2 എന്നാണ് കിട്ടിയത്. ഇനി B1 is equal to എന്തെന്നാ കിട്ടിയത്? G3 എക്സോർ G2 എക്സോർ G1 എന്നാണ് കിട്ടിയത്. ഓക്കെ, നമ്മളുടെ ഇൻപുട്സ് 3 ലൈൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് G3 G2 G1. ഓക്കെ, അപ്പൊ ഇതില് ആദ്യത്തത് നേരെയാണ്. G3 B3 സെയിം ആണ്. അപ്പൊ B3 കൊടുത്തു. B2 എന്താ? G2 എക്സോർ G3 ആണ്. അപ്പൊ G3 ഒരു ലൈൻ, ഇതിനൊരു ലൈൻ, ഞാൻ എക്സോർ എടുത്തു. ദാറ്റ് ഈസ് B2 നോക്കി. ഇനി എന്താണ്? ആ എക്സോറിന്റെ കൂടെ G1 കൂടി എക്സോർ ചെയ്ത് അടുത്തത് കിട്ടിയില്ല. അപ്പൊ ഈ ഔട്ട്പുട്ട് ഞാനൊരു ലൈൻ എടുത്തു, വീണ്ടും ഒരു എക്സോർ കൊടുത്തു.
B1 ആയില്ലേ? കാരണം ഇവിടെ ഓൾറെഡി എന്താണ് G3 XOR G2 ആണ്. അതിന്റെ കൂടെ G1 കൂടി XOR ചെയ്യല്ലേ വേണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ. ഇതല്ലേ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഈസി അല്ലേ?